പാകിസ്ഥാൻ അക്രമം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെതിരെ ഇന്ത്യ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിനാണ് ഇപ്പോൾ അണിനിരക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി തകർത്ത പാക് ഭീകര കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സേന. കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി, വിംഗ് കമാൻഡർ വ്യോമിക് സിംഗ്, കേണൽ സോഫിയ ഖുറേഷി എന്നിവർ ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭീകരർക്ക് പരിശീലനം നൽകുന്ന ലഷ്കറിന്റെ തോയിബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം നടന്നത്. ഇതിൽ 70 ഭീകരർ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. 9 തീവ്രവാദ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തതായും സേന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. മെയ് 7-ാം തീയതി പുലർച്ചെയായിരുന്നു വ്യോമ, കര, നാവിക സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ നടക്കുന്നത്. പാക് അധീന കശ്മീർ സൈന്യം തകർത്ത ഭീകര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമതായി സവായ് നാല ക്യാമ്പ്, മുസാഫറാബാദ്. പാക് അധീന കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള തീവ്രവാദ ക്യാമ്പാണിത്. ഇത് ലഷ്കറെ തായ്ബയുടെ പരിശീലന കേന്ദ്രമാക്കി. 2024 ഒക്ടോബർ 20-നും സോൻമാർഗിലും 2024 ഒക്ടോബർ 24-ന് 2025 ഏപ്രിൽ 22-ന് പഹൽഗാമിലും നടന്ന തീവ്രവാദി ആക്രമണങ്ങളിൽ പങ്കെടുത്ത ഭീകരർ ഇവിടെ നിന്നാണ് പരിശീലനം നേടിയത്. അപ്രത്യക്ഷമായി വന്ന അറ്റാക്കിൽ നിരവധി തീവ്രവാദികളുടെ ജീവൻ എടുക്കുന്നതിന് സൈന്യത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി സെയ്ദൻ ബിലാൽ ക്യാമ്പ്, മുസഫറാബാദ്. ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന പരിശീലന കേന്ദ്രമാണ് ഇവിടം. ഇവിടെ നിന്നും നിരവധി തീവ്രവാദികളെ പുറത്തേക്ക് ഇറക്കുന്നുമുണ്ട്. മൂന്നാമതായി ഗുൽപൂർ ക്യാമ്പ്, കോട്ലി. നിയന്ത്രണ രേഖയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണിത്. ലഷ്കറെ തോയ്ബയുടെ ബേസ് ക്യാമ്പ് കൂടിയാണിത്. 2023 ഏപ്രിൽ 20-നും 2024 ജൂൺ 9-നും പുഞ്ചിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്ത ഭീകരർ ഇവിടെ നിന്നുമാണ് പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിരവധിയായ തീവ്രവാദ ഗ്രൂപ്പുകൾ സജീവമാണ്. അടുത്തതായി ബെർണാല ക്യാമ്പ്, ബിബ്ബേർ. നിയന്ത്രണ രേഖയിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ഏറ്റവും അടുത്തു നിൽക്കുന്ന തീവ്രവാദ ക്യാമ്പും പരിശീലന കേന്ദ്രമാണ് ഇവിടം. ഇവിടെയും ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നടത്തിയത്. അടുത്തതായി അബ്ബാസ് ക്യാമ്പ്, കോട്ലി. നിയന്ത്രണ രേഖയിൽ നിന്നും 13 കിലോമീറ്റർ അകലെയുള്ള ലഷ്കറെ തോയ്ബയുടെ പരിശീലന കേന്ദ്രമാണ് ഇവിടം. അടുത്തതാണ് സർജൽ ക്യാമ്പ്, സിയാൽകോട്ട്. അതിർത്തിയിൽ നിന്നും 6 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടം. മാർച്ച് 2025 ജമ്മു കാശ്മീർ പോലീസിലെ 4 പേരെ കൊലപ്പെടുത്തിയ ഭീകരർ ഇവിടെ നിന്നുമാണ് പരിശീലനം നേടിയത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അടുത്തതാണ് മെഹ്മൂന ജോയ, സിയാൽകോട്ട്. രാജ്യാന്തര അതിർത്തിയിൽ നിന്നും ഏകദേശം 18 മുതൽ 21 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുൾ മുജാഹിദ്ദീൻ പ്രധാന ക്യാമ്പാണ് ഇവിടം. 2016-ൽ പത്താൻകോട്ട് വ്യോമ താവളത്തിലുണ്ടായ ഭീകരാക്രമണത്തിന് ഭീകരർ പദ്ധതി തയ്യാറാക്കിയത് ഇവിടെ വെച്ചായിരുന്നു. ശക്തമായ തിരിച്ചടി തന്നെ ഇന്ത്യൻ സൈന്യം ഇവർക്കെതിരെ നടത്തുകയും ചെയ്തു. അടുത്തതായി മർക്കസ് തോയ്ബ, മുറിഡ്കെ. രാജ്യാന്തര അതിർത്തിയിൽ നിന്നും 18 മുതൽ 26 കിലോമീറ്റർ ദൂരം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർ പരിശീലനം നേടിയ സ്ഥലമാണിത്. അജ്മൽ കസാബ്, ഡേവിഡ് ഹെഡ്ലി എന്നിവരെല്ലാം പരിശീലനം നേടിയത് ഇവിടെ നിന്നാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അടുത്തത് മാർക്കസ് സുബഹാനുള്ള ഭവൽപൂർ. രാജ്യാന്തര അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലം ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന താവളം കൂടിയാണ്. റിക്രൂട്ട്മെന്റ്, പരിശീലനം തുടങ്ങിയവയെല്ലാം നടക്കുന്നത് ഇവിടെ നിന്നുമാണ്. ഇത്തരം പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് പ്രധാനമായും ഇന്ത്യൻ സേന ആക്രമിച്ച് തകർത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ടെന്നാണ് കേന്ദ്രം ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്താണെങ്കിലും ഇന്ത്യൻ നാവികസേനയും കരസേനയും വ്യോമസേനയും ശക്തമായി തന്നെ തിരിച്ചടിച്ചുകൊണ്ട് അവരുടെ താവള കേന്ദ്രങ്ങളിൽ ചെന്ന് അവർക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ സേനയ്ക്ക് സാധിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കാൻ കാരണക്കാരായ തീവ്രവാദികൾക്കെതിരെ ശക്തമായി പോരാടുന്നതിനു വേണ്ടി ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു. നിരവധി ഭീകരർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. എന്താണെങ്കിലും പാകിസ്ഥാനെതിരെ വിവിധ രീതിയിലുള്ള പദ്ധതികൾ ഇന്ത്യ വിഭാവനം ചെയ്തിട്ടുണ്ട്. എന്നാൽ രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധ സംഘർഷ അവസ്ഥയ്ക്ക് കാരണമായിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. എന്തായാലും 2 യുദ്ധങ്ങൾ നടക്കാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ്. പാകിസ്ഥാൻ ജനതകളോട് ചെയ്യുന്ന അക്രമങ്ങളാണോ ഇത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഭീകരവാദത്തെയും തീവ്രവാദികളെയുമാണ് നമ്മൾ എതിർക്കുന്നത്. അവർക്കെതിരെയാണ് ശക്തമായി പ്രതികരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ എംബസിയിൽ നിന്നും മാത്രമല്ല, പാകിസ്ഥാൻ പൊളിറ്റിക്സ്, രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർ പറയുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇന്ത്യൻ സേന ഭീകരവാദികളെയും അക്രമം നയിച്ചവരെയും മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും അവരെ മാത്രമാണ് കൊലപാതകം ചെയ്തത് എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സേനയുടെ ധീരമായ പ്രവൃത്തിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിരവധി ജനങ്ങൾ ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തു.
ഇന്ത്യ എന്ന രാജ്യത്ത് നമുക്ക് സ്വസ്ഥമായും സ്വൈര്യമായും ഉറങ്ങാൻ സാധിക്കുന്നത് നമ്മുടെ സേന അതിർത്തിയിൽ ജീവൻ പണയം വെച്ച് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. അക്രമം നടത്തിയ തീവ്രവാദികൾക്കെതിരെ ശക്തമായി പോരാടുന്നതിന് വേണ്ടി നമ്മുടെ സേനയ്ക്ക് സാധിക്കുകയും ചെയ്തു. രാഷ്ട്രീയ നേതൃത്വ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഇന്ത്യൻ സേനയുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആക്രമണം നടത്തുന്ന ഭീകരവാദികൾക്കെതിരെ ശക്തമായി പോരാടുന്നതിന് നമ്മുടെ സേനയ്ക്ക് സാധിക്കട്ടെ.